സ്പോർട്സ് സോണിൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച മുഖ്യ പരിശീലകനാണ് ഇവാൻ വുക്കമനോവിച്ച്. 2021-24 കാലയളവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഈ സെർബിയക്കാരൻ്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ISL ഫൈനൽ കളിക്കുകയും ചെയ്തിരുന്നു. 3 സീസണുകൾക്ക് ശേഷം ഇവാൻ വുക്കമനോവിച്ച് ഒഴിഞ്ഞ തസ്തികയിലേക്ക് എത്തിയത് സ്വീഡിഷ് പരിശീലകനായ മിഖായിൽ സ്റ്റാറയാണ്. ഇപ്പോൾ സീസൺ ആരംഭിച്ച വേളയിൽ പരിശീലകർക്കൊപ്പമുള്ള തങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ. 3 വർഷം കൂടെ ഉണ്ടായിരുന്ന ഇവാൻ വുക്കമനോവിച്ചിൽ നിന്ന് എന്ത് മാറ്റമാണ് പുതിയ പരിശീലകനായി എത്തിയ മിഖായിൽ സ്റ്റാറെ കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരങ്ങളായ രാഹുൽ KPയും മുഹമ്മദ് ഐമനും പങ്കുവച്ചത്. 2 പരിശീലകരുടെയും കളിശൈലി ഏറെക്കുറെ സമാനമാണ് എന്ന നിരീക്ഷണമാണ് മുഹമ്മദ് ഐമൻ നടത്തിയത്. ഇവാനും സ്റ്റാറയും ഏതാണ്ട് ഒരേ തരത്തിലുള്ള പരിശീലകരാണ്. 2 പേരും ഉയർന്ന പ്രസ്സിംഗ് ആവശ്യപ്പെടുന്നു. മുഹമ്മദ് ഐമൻ ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. അതേസമയം ഇരു പരിശീലകരും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന അഭിപ്രായക്കാരനാണ് രാഹുൽ KP. തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ മിഖായിൽ സ്റ്റാറയ്ക്ക് മുൻതൂക്കം നൽകുകയാണ് രാഹുൽ. എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറയും ഇവാനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ മിഖായിൽ സ്റ്റാറെ വന്നപ്പോൾ അദ്ദേഹം എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും എന്നോട് സംസാരിക്കുകയും എന്നെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ KP തൻ്റെ അനുഭവം പങ്കുവച്ചു. എന്തുതന്നെയായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട പരിശീലകനാണ് ഇവാൻ വുക്കമനോവിച്ച്. അതേസമയം മിഖായിൽ സ്റ്റാറെ മഞ്ഞപ്പടയ്ക്കൊപ്പം ഉള്ള യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ.